ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. FB മേയറെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? FB മേയർ ലോകപ്രശസ്തനായ ഒരു ദൈവ ശുശ്രൂഷകനായിരുന്നു, എഴുത്തുകാരനായിരുന്നു. കർത്താവിൻ്റെ കാര്യങ്ങൾ പ്രയോജനപ്പെട്ടയാളായിരുന്നു FB മേയർ. FB മേയറിൻ്റെ ബാല്യകാലത്ത് അദ്ദേഹം ഭയങ്കര പേടിത്തൊണ്ടനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി, ഒരു ഭയം, മറ്റുള്ളവരെ പേടി, കൂടെ പഠിക്കുന്നവരെ പേടി. അദ്ദേഹത്തിൻ്റെ നേരെ ഒന്ന് തറപ്പിച്ചു നോക്കിയാൽ അദ്ദേഹം ചൂളിപ്പോവും. ഇത് മുതലാക്കിക്കൊണ്ട് ക്ലാസ്സിൽ തൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന ചട്ടമ്പികളായ കുറച്ച് കുട്ടികൾ ഇവനെ പലപ്പോഴും പേടിപ്പിക്കും, ആക്രമിക്കും, അവനെ ചൂഷണം ചെയ്യാൻ നോക്കും. അങ്ങനെയാണല്ലോ കൈക്കരുത്തും മെയ്ക്കരുത്തും നാവിന് കരുത്തും ഒക്കെ ഉള്ളവർ പലപ്പോഴും നിസ്സഹായരായ പലരെയും പേടിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ നമ്മൾ ചുറ്റുപാടും, കുട്ടികളെ മാത്രമല്ല വലിയവരെ പോലെയും പേടിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. FB മേയറോട് ഒരിക്കൽ ആ ചട്ടമ്പികളായ കുട്ടികൾ പറഞ്ഞു, നാളെ രാവിലെ നീ സ്കൂളിൽ വരുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഫോറിൻ സ്റ്റാമ്പുകൾ, വിദേശ സ്റ്റാമ്പുകൾ കൊണ്ട് തന്നില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ അടിച്ച് പരുവാക്കും. പാവം FB മേയർ ഈയൽ പോലെ വിറയ്ക്കാൻ തുടങ്ങി. പറഞ്ഞു, ഞാൻ കൊണ്ടുതരാം. എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ പാവം രാത്രി മുഴുവൻ ഉറങ്ങാൻ പറ്റുന്നില്ല. കിടക്കയിൽ കിടന്ന് പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് അടി കൊള്ളാതിരിക്കാൻ എനിക്ക് കുറച്ച് ഫോറിൻ സ്റ്റാമ്പ് കിട്ടാൻ ഒരു സാധ്യതയുമില്ല, ഒരു സാധ്യതയില്ല, ഒരു പ്രതീക്ഷയില്ല. പക്ഷെ പ്രാർത്ഥിച്ചു. വലിയ പ്രതീക്ഷയോടെ FB മേയർ രാവിലെ എഴുന്നേറ്റ് ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ ലിവിങ് റൂമിലോ അല്ലെങ്കിൽ തൻ്റെ പഠിക്കുന്ന മേശപ്പുറത്ത് എവിടെയെങ്കിലും ദൈവം കുറച്ച് സ്റ്റാമ്പ് കൊണ്ടുവച്ച് കാണും എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് എഴുന്നേറ്റ് വന്നത്. പക്ഷേ നിരാശാജനകമായ അനുഭവം, അവിടെ എങ്ങും സ്റ്റാമ്പില്ല. പാവം പേടിച്ച് സ്കൂളിൽ പോകാതിരിക്കാൻ പറ്റുകയില്ലല്ലോ. പേടിച്ച് വിഷമിച്ച് കരഞ്ഞ് രാവിലെ റെഡിയായി സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ തൻ്റെ പിതാവ് അവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. അവൻ പിതാവിനോട് ചോദിച്ചു, പപ്പ കുറച്ച് ഫോറിൻ സ്റ്റാമ്പ് കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? പപ്പ പറഞ്ഞു, മോനെ ഒരു സാധ്യതയില്ലല്ലോ, നമുക്ക് എവിടുന്ന ഫോറിൻ സ്റ്റാമ്പ് കിട്ടുന്നത്? നീ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാമായിരുന്നു. പെട്ടെന്ന് ആ പിതാവ് എന്തോ ഓർത്തതുപോലെ, ആ മോനെ ഒരു കാര്യം, ഇന്നലെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വിദേശിയായ ജോലിക്കാരൻ എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റാമ്പ് തന്നു. അത് എൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിലുണ്ട്, നീ അത് എടുത്തോ. ഓ, FB മേയർക്ക് സന്തോഷം. അദ്ദേഹം കർത്താവിനെ സ്തുതിച്ചു. എന്താണ് കാരണം? പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്, അസാധ്യങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുന്നൊരു ദൈവമുണ്ട്. ആ വീട്ടിൽ ഫോറിൻ സ്റ്റാമ്പ് വരാനുള്ള ഒരു സാധ്യതയുമില്ല. പക്ഷേ ആ FB മേയർ എന്ന ആ കൊച്ചുകുട്ടി ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നാം ഉള്ളുരുകി പ്രാർത്ഥിച്ചാൽ, വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാൽ, ജീവനുള്ള ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവാം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിച്ചു കഴിഞ്ഞു എന്ന് ഓർത്ത് പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോളൂ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അങ്ങനെ FB മേയർ ബാല്യകാലം മുതൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവത്തെ അനുഭവിച്ച് അദ്ദേഹം വളർന്ന് വലുതായി ലോകപ്രശസ്തനായി തീർന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞാനിതെന്താണ് ഈ വിഷയം നിങ്ങളോട് പറഞ്ഞത്? നിങ്ങൾ ഓരോരുത്തരും ഓരോ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. ഉണ്ടല്ലോ ഇഷ്ടംപോലെ പ്രതിസന്ധികൾ, ഇല്ലേ? പ്രതിസന്ധി അല്ലേ ഉള്ളൂ ജീവിതത്തിൽ? ആവശ്യബോധങ്ങളല്ലേ ഉള്ളൂ? അല്ല, അത്യാവശ്യബോധങ്ങൾ, ഞെരുക്കങ്ങൾ, കഷ്ടതകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടിപ്പിക്കുന്ന അനുഭവങ്ങൾ, വേദനിപ്പിക്കുന്നതായ ചില അനുഭവങ്ങളിലൂടെ എല്ലാമല്ലേ നിങ്ങൾ പ്രിയരെ കടന്നു പോകുന്നത്? വേദനിക്കുന്ന അനുഭവങ്ങൾ. ഇന്ന് രാവിലെ ഞങ്ങളുടെ രണ്ടാമത്തെ മോൻ ഡോക്ടർ ടോം, മോന് എന്നോട് പറഞ്ഞു, പപ്പേ അവിടെ ഞങ്ങളുടെയൊക്കെ കൂടെ പഠിച്ച, ഞങ്ങളുടെ രണ്ടാമത്തെ മോൻ്റെയും ഇളയ മോൻ്റെയും ഒക്കെ കൂടെ പഠിച്ച ഒരു ആ സഹപാഠികളുടെ അമ്മ ഒരു ഏർലി 50s ഓർ ലേറ്റ് 40s
അത്രേ പ്രായമുള്ളൂ എന്നാണ് മോൻ പറഞ്ഞത്. ക്യാൻസർ ബാധിച്ച് അത് ബ്രെയിനിലേക്ക് പടർന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. 2 ആൺകുട്ടികളുണ്ട്. ആ മൂത്ത മോൻ്റെ വിവാഹം ഒന്ന് കഴിക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അവർ അങ്ങനെ കിടക്കുകയാണ്. മോൻ എന്നോട് പറഞ്ഞു, പപ്പ ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ പറഞ്ഞു, മോനെ തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. മോനൊന്ന് അന്വേഷിക്കുക, ഏത് ഹോസ്പിറ്റലിലാണെന്ന് അന്വേഷിക്കുക, നമുക്ക് പോയി ഒന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ഓർത്തു, ആ കുടുംബം സങ്കടത്തിലല്ലേ, വേദനയിലല്ലേ ആ മക്കൾ. അവർ ഏതൊരു മാതാവും പിതാവും ആഗ്രഹിക്കും തൻ്റെ മക്കൾ വളർന്നു വരുമ്പോൾ അവർ വിവാഹം ഒന്ന് കാണണം, വിവാഹത്തിൽ സംബന്ധിക്കണം, ആ മക്കൾക്ക് കൊച്ചുമക്കളുണ്ടായി അവരെ ഒന്ന് താലോലിക്കണം, മടിയിൽ വെച്ച് ഓമനിക്കണം. ഇതൊക്കെ ആഗ്രഹിക്കാത്ത ഏതും അപ്പനും അമ്മയും ഉള്ളത്. ഞാൻ ഓർത്തു, എൻ്റെ ഹൃദയത്തിൽ ഒരു വേദന വന്നു. ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പോൾ ചുമ്മാ ഒന്ന് ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞതല്ല, എൻ്റെ ഉള്ളിലും ആ വേദന തട്ടിക്കൊണ്ടാണ് പറഞ്ഞത്. മാത്രമല്ല, പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമുണ്ടെന്ന് ഉറപ്പിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ ആ അമ്മ അബോധാവസ്ഥയിലേക്ക് പയ്യെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, മോനെ യേശു ക്രിസ്തുവിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ ആ സഹോദരി ജീവനിലേക്ക് മടങ്ങി വരും. കർത്താവിന് സ്തോത്രം. എൻ്റെ മോനും ആ ഉറപ്പിലാണ് എന്നോടും പറഞ്ഞത്. കാരണം കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മൂത്ത മോൻ എനിക്ക് ശുശ്രൂഷ തീരാറായപ്പോൾ മൊബൈലിൽ ഒരു മെസ്സേജ് വിട്ടു. ഞാൻ സ്റ്റേജിൽ നിൽക്കുകയാണ്. 1 വയസ്സുള്ളൊരു കുഞ്ഞിന് മെനിഞ്ചൈറ്റിസ് ബാധിച്ച് വളരെ സീരിയസ് ആയിട്ട് കോട്ടയം കാരിത്താസിൽ കിടക്കുകയാണ്. മോൻ എന്നോട് പറഞ്ഞു, പപ്പ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അവിടെ പോഡിയത്തിൻ്റെ അവിടെ സ്റ്റേജിൽ നിൽക്കുകയാണ്. ഞാനവിടെ ആ സ്റ്റേജിൽ തന്നെ മുഴങ്കാൽ മടക്കി. വിശ്വാസികളായ എൻ്റെ പ്രിയ സഹോദരനോട് ഞാൻ പറഞ്ഞു, നിങ്ങളും പറ്റുന്നവർ ചർച്ചിൽ കസേരയിൽ നിന്ന് താഴെ ഇറങ്ങി മുട്ടുമുടക്ക്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കേമ കൊണ്ടൊന്നും അന്നല്ല പറയുന്നത്. എനിക്കറിയാമായിരുന്നു ആ സമയം ജീവനുള്ള ദൈവത്തിൻ്റെ കാര്യം ആ കുഞ്ഞിൻ്റെ മേൽ വയ്ക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. കർത്താവിൻ്റെ ആണിപ്പഴുതുള്ള കരങ്ങളിൽ നിന്ന് ആ തിരുരക്തം ആ കുഞ്ഞിൻ്റെ ശിരസിൽ പുരട്ടുന്നത് ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. എനിക്ക് ഉറപ്പായിരുന്നു ആ കുഞ്ഞിൻ്റെ മേൽ കർത്താവിൻ്റെ കരം വന്നുവെന്ന്. ഞാൻ ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ ആകാംക്ഷ എന്തായി എന്നറിയാൻ ഞാൻ വിളിച്ചൊക്കെ ചോദിച്ചു, മോനെയൊക്കെ വിളിച്ച് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്നലെ രാത്രി ഞങ്ങളുടെ മോനെനിക്ക് മെസ്സേജ് വിട്ടു. കുഞ്ഞിൻ്റെ IV മാറ്റി, അതുപോലെ കുഞ്ഞ് ഭക്ഷണം കഴിച്ചു തുടങ്ങി. നല്ല വ്യത്യാസം. പക്ഷേ തുടർന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇങ്ങനെ 100 അനുഭവങ്ങൾ. പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. കരഞ്ഞാൽ കണ്ണുനീർ കാണുന്നൊരു ദൈവമുണ്ട്. കണ്ണുനീർ കാണുക മാത്രമല്ല, കരഞ്ഞാൽ കണ്ണുനീർ ഒപ്പിത്തരുന്നൊരു ദൈവമുണ്ട്. ഇത് ഞാൻ എവിടെയെങ്കിലും പുസ്തകം വായിച്ച് പറയുന്നതല്ല, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ കരയുമ്പോൾ എൻ്റെ യേശു ഓടി വന്ന് എൻ്റെ കണ്ണുനീർ ഒപ്പിത്തരുന്നതും എന്നെ ആശ്വസിപ്പിക്കുന്നതും കണ്ണുനീരിന് മറുപടി തരുന്നതും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നതും എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ മക്കളുടെ ജീവിതത്തിലും എൻ്റെ ശുശ്രൂഷ രംഗത്തും എൻ്റെ കൂടെയുള്ളതായ ദൈവമക്കളുടെ ജീവിതത്തിലും അനേകരുടെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങളുടെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. അറിവിൻ്റെ പിൻബലത്തിലല്ല, വായിച്ച് കുറേ അറിവ് നേടിയതിൻ്റെ പിൻബലത്തിലല്ല. സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞാനത് പറയുമ്പോൾ എനിക്ക് എൻ്റെ കർത്താവിനോട് നന്ദിയുണ്ട്. നന്ദി കൂടി കഴിയുമ്പോൾ ഞാൻ ഇടയ്ക്ക് കരഞ്ഞു പോകും. ദുഃഖം കൊണ്ടല്ല, എൻ്റെ യേശുവിനോട് നന്ദി. എന്താ നന്ദിക്ക് കാരണം? ഈ നിസ്സാരനായി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത്യുന്നതനായ ദൈവം കേൾക്കുന്നു. അതൊരു അത്ഭുതമല്ലേ പ്രിയരെ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നൊരു ദൈവമുണ്ട്. കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട്. യേശുക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളതിന് എന്താണ് പ്രിയരെ തെളിവ്? ഒത്തിരി പേര് ചോദിക്കും, ദൈവം ഉണ്ടെങ്കിലൊന്ന് കാണിച്ചതാ, യേശു പ്രാർത്ഥന കേൾക്കുന്നുണ്ടെങ്കിലൊന്ന് കാണിച്ചതാ. എങ്ങനെയാണ് കാണിക്കുന്നത്? ഈ ഭൂമിയുടെ കോണിലിരുന്ന ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നു. കണ്ണുനീർ യേശു കാണുന്നു. ഇതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം. ഇതാണ് ദൈവം ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഈ ഭൂമിയുടെ കോണിലിരുന്നുകൊണ്ട് എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ആയിരക്കണക്കിന് പ്രാവശ്യം പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി കൊടുത്തിട്ടുണ്ട്. ഇന്ന് തുടങ്ങിയതല്ല, യുഗങ്ങളായി, നൂറ്റാണ്ടുകളായി അനേകായിരങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവാം ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. അത് അനേകരുടെ അനുഭവമാണ്. ക്രിസ്തീയ ജീവിതം ഒരു എക്സ്പീരിയൻസാണ്. അത് ബുദ്ധി കൊണ്ട് മനസ്സിലാകിയില്ല.
പ്രിയപ്പെട്ട സഹോദര, പ്രിയ സഹോദരി, ദൈവമുണ്ടോ എന്ന് സംശയിക്കുകയും ദൈവമുണ്ടോ എന്ന് ചോദ്യം ചെയ്യുന്ന പ്രിയ സഹോദരി, നീ ജീവനുള്ള ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ മുഴങ്കാൽ മടക്കി യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുക. യേശുക്രിസ്തു മുഖാന്തരം പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുക. കാണാം, നീയും പറയും, ഓ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്, അതുകൊണ്ട് ഞാൻ യേശു ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന്. ആരും പറഞ്ഞിട്ടല്ല യേശു ജീവിക്കുന്നു വിശ്വസിക്കുന്നത്, അനുഭവങ്ങൾ. ക്രിസ്ത്യൻ ലൈഫ് ഒരു എക്സ്പീരിയൻസിൻ്റെ ജീവിതമാണ്, അറിവിൻ്റെ ജീവിതമല്ല. ഇറ്റ്സ് നോട്ട് എ ലൈഫ് ഓഫ് നോളജ്, ഇറ്റ്സ് എ ലൈഫ് ഓഫ് എക്സ്പീരിയൻസ്. കർത്താവിൻ്റെ സ്തോത്രം. അനുഭവങ്ങളുടെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. ടേസ്റ്റ് ചെയ്യണം. എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യേണ്ടത്? ഓരോ നെടുവീർപ്പുകൾ പോലും കാണുന്നൊരു ദൈവം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളൊരു പക്ഷേ വാക്കുകൊണ്ട് സംസാരിച്ചില്ലെങ്കിലും നിങ്ങൾ രാവിലെ സിറ്റ് ഔട്ടിലോ മുൻവശത്തോ വന്നിരുന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഊണുമേശയിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ ഒന്ന് നെടുവീർപ്പിടുമ്പോൾ ആ നെടുവീർപ്പിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് പോലും നോക്കി കണ്ട് അതിന് മറുപടി തരുന്നൊരു ദൈവമുണ്ട്. സോ നിയർ എ ഗോഡ്, സോ റിയൽ എ ഗോഡ്, സോ ഡിയർ എ ഗോഡ്. നിങ്ങൾക്ക് മനസ്സിലായോ? സോ ഡിയർ, സോ നിയർ, സോ റിയൽ. ഇതൊരു മിഥ്യാധാരണയല്ല. നാം കല്ലിനോടോ മരത്തോടോ അല്ല പ്രാർത്ഥിക്കുന്നത്. വിളിച്ചാൽ വിളി കേൾക്കുന്നൊരു ദൈവം, കരഞ്ഞാൽ കണ്ണുനീരൊപ്പുന്ന ദൈവം. ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് എ ലൈഫ് ഓഫ് നോളജ്, ബട്ട് എ ലൈഫ് ഓഫ് എക്സ്പീരിയൻസ്, ഫുൾ ഓഫ് എക്സ്പീരിയൻസ്, എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസസ്. ഓർഡിനറി എക്സ്പീരിയൻസ് അല്ല, എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസസ് ആണ്. എന്താണ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസസ്? അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കും. മനുഷ്യന് അസാധ്യം, പക്ഷെ ദൈവത്തിന് സാധ്യം. നമുക്ക് അപ്രാപ്യമാണ്, പക്ഷെ ദൈവത്തിന് പ്രാപ്യമാണ്. നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകിയില്ല, പക്ഷേ ദൈവത്തിന് അത് നിഷ്പ്രയാസമാണ്. ഒരു സെക്കൻഡ് മതി. വർഷങ്ങൾ അധ്വാനിച്ചിട്ടും വർഷങ്ങൾ പ്രയത്നിച്ചിട്ടും ഉത്സാഹിച്ചിട്ടും എന്തെല്ലാം ചെയ്തിട്ടും സാധിക്കാത്ത കാര്യങ്ങൾ ഒരു സെക്കൻഡ് മതി എൻ്റെ ദൈവത്തിന് സാധ്യമാക്കാൻ. നിങ്ങൾക്കത് വിശ്വാസമുണ്ടോ? ഞാൻ ആ പൂർണ്ണ വിശ്വാസത്തിൽ എൻ്റെ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. അഭിമാനമായിട്ടൊന്നുമല്ല, അഹങ്കാരമായിട്ടുമല്ല. കൃപയാൽ അങ്ങനെ ഒരു വിശ്വാസം എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഏത് അസാധ്യമായ കാര്യങ്ങളുടെ മുമ്പിലും എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തോട് പറയും, അതെനിക്ക് സാധ്യമാണ്, ഞാൻ അങ്ങനെ അത് വിശ്വസിക്കും. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ ധാരാളമുണ്ട്. അനുഭവങ്ങൾ കിട്ടിയിട്ട് വിശ്വസിക്കുകയല്ല, വിശ്വസിച്ചിട്ട് അനുഭവങ്ങൾ പ്രാപിക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതം. ഇതിങ്ങനെ ഒരു പ്രത്യേകമാണ്. വിശ്വസിക്കുമ്പോൾ അനുഭവം കിട്ടും, അനുഭവം കിട്ടുമ്പോൾ കൂടുതൽ വിശ്വസിക്കും, പിന്നെ അനുഭവം കിട്ടും. അങ്ങനെ ഇതൊരു സർക്കിളാണ്. വിശ്വാസം അനുഭവം, അനുഭവം വിശ്വാസം, വിശ്വാസം അനുഭവം, ഇങ്ങനെ വളരുകയാണ് ക്രിസ്തീയ ജീവിതത്തിൽ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് പറയുന്നു? യേശുവിനെ രുചിച്ചറിയാമോ? യഹോവ നല്ലവനെന്ന് രുചിച്ചറിയാമോ? പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ടെന്ന് നിങ്ങൾക്ക് അനുഭവിക്കാമോ? എങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു. നിങ്ങളുടെ തളർച്ചകൾ മാറും, നിരാശകൾ മാറും, വിഷമങ്ങൾ മാറും, നെടുവീർപ്പുകൾ മാറും, ആത്മഹത്യാ പ്രവണതകൾ മാറും, നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്ന ദുഃഖഭാവങ്ങൾ മാറും. ഇല്ലേ, പണ്ട് ആരോ പറഞ്ഞതുപോലെ മുട്ടക്കച്ചവടത്തിൽ നഷ്ടം വന്നതുപോലെ ഇങ്ങനെ ഇരിക്കുന്നവരാണ് പലരും. എന്നാൽ ഏത് നഷ്ടത്തിൻ്റെ മധ്യത്തിലും മുഖപ്രസന്നോടെ ഇരിക്കാൻ കഴിയും. കാരണം എനിക്ക് യേശുവുണ്ട്, യേശു എല്ലാത്തിനും പരിഹാരകനാണെന്നുള്ള ചിന്ത. ആ ചിന്ത നിങ്ങളെ ഭരിക്കട്ടെ. ആ യേശുവിനെ നിങ്ങൾക്ക് അനുഭവിക്കാൻ ഇടയാകട്ടെ. ആ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യേശുക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളതായി ഉറപ്പും ധൈര്യവും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് നിക്ഷേപിക്കട്ടെ. ആ വലിയ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അനേക ആത്മീയ അനുഭവങ്ങൾ നേടിയെടുക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമമഹത്വപ്പെടട്ടെ. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം. അത് സത്യമായിട്ടും പ്രാർത്ഥിക്കും. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക. യേശുവിനോട് നിങ്ങൾ നേരിട്ട് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളുടെയും പ്രാർത്ഥന കേൾക്കും. നിങ്ങൾക്കപ്പോൾ യേശുവുമായി വലിയൊരു ഇൻറ്റിമസി ഉണ്ടാകും. ആ യേശുവുമായി നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇൻറ്റിമസി ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.